ഹലോ, കുറേ ദിവസമായിട്ടോ അച്ഛൻ കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓറിയോ ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന്. 3 പാക്കറ്റ് ഓറിയോ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ക്രീം നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഓറിയോ ബിസ്ക്കറ്റിൽ ക്രീമൊക്കെ മുഴുവനായി എടുത്ത് കളഞ്ഞിട്ടുണ്ട്, കളയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാവേ. നന്നായി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റാം. 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇച്ചിരി പാൽ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്രീം ഇട്ട് കൊടുക്കാവേ. ഇനി ലേശൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കണം എന്നില്ല കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ ഇതേ ഏകദേശം ഇതാണ് ഇതിൻ്റെ പാകം. ഇനി അതേ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാൻ ഒരു ഡവറ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് പുരട്ടുന്നുണ്ട്. ബട്ടർ പേപ്പർ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. വല്ല നോട്ട്ബുക്കിൻ്റെ പേജായാലും മതി. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലും ലേശം നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇഡ്ഡലി തട്ടിലാട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി പാത്രം നേരത്തെ ഒന്ന് വെച്ച് ചൂടായതിന് ശേഷം നമ്മുടെ കേക്ക് അതിൽ വെച്ച് കൊടുക്കാം. കേക്ക് ബാറ്റർ എനിക്കിവിടെ കേക്ക് ഉണ്ടാക്കാൻ ഒരു 40 മിനിറ്റ് എടുത്തു കേട്ടോ. 40 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പപ്പടക്കോല് വെച്ച് കുത്തി നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉൾഭാഗമൊക്കെ. ഇനി ഞാനിവിടെ 2 ഡയറി മിൽക്ക് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ചൂടാറി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കേക്കിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയറി മിൽക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു ഭംഗിക്ക് ജെംസ് മിഠായി കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളല്ലേ? കുട്ടികളൊക്കെ കേക്ക് ചോദിച്ച് കരയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നേ. സിമ്പിളാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാമല്ലോ, നല്ല പഞ്ഞി പോലെ കത്തി ആയെന്നിറങ്ങുന്നത് കണ്ടില്ലേ, എന്ത് സോഫ്റ്റാ. അച്ഛന് കൊടുക്കാം. ഇന്ന് വൈകുന്നേരത്തെ കട്ടൻ ചായ കേക്കാളല്ലേ, ബിസ്ക്കറ്റ് കേക്ക്. ആരുടെ എടുത്തോ? കേക്ക് നല്ല രുചിയുണ്ട് കേട്ടോ. രസമുണ്ടോ? നല്ല പഞ്ഞു പോലുണ്ട് കേട്ടോ. പഞ്ഞു പോലെ ഉണ്ടല്ലേ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റ് ഉണ്ട്.